സമയം രാവിലെ 5:30 ഇന്ന് വിജയദശമിയാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? ജർമ്മനിയിൽ ലീവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മീനാക്ഷിക്കും ശംഭുചേട്ടനും ഒക്കെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോകണം. രാവിലെ എണീച്ച് തന്നെ ഞാൻ വിചാരിച്ചു പ്രസാദമൊക്കെ ഉണ്ടാക്കാം. രാവിലെ എണീച്ചു ഒരു 5 മണിയായപ്പോൾ പോയി കുളിച്ച് റെഡിയായി. ഇനി അടുത്ത പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്രസാദം ഉണ്ടാക്കണം. അപ്പം ഞാൻ 3 പ്രസാദം വയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ ഉഴുന്ന് വട പോലത്തെ വട, ഞാനിപ്പം ഷേപ്പൊന്നും നോക്കുന്നില്ല, ബോളാക്കിയാണ് വെക്കുന്നത്. പിന്നെ സുണ്ടലെന്ന് പറയും, ഇങ്ങനെ വേവിച്ച കടലയെ നമ്മൾ ജസ്റ്റ് നമ്മൾ താളിച്ചെടുക്കും ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ ഉള്ളത് നോർമലി നമ്മൾ പായസമാണ് വെക്കുന്നത്, കറുത്ത പായസം, പക്ഷേ ശർക്കര പായസം. പക്ഷേ ഞാനിന്നിപ്പം മൂന്നാമത്തതായിട്ട് വയ്ക്കുന്നത് ത്രിമധുരമാണ്. പഴം, പഞ്ചസാര, പാലല്ലെങ്കിൽ നെയ്യ് ഏതെങ്കിലും. ഞാനിപ്പോൾ ഇവിടെ പാലാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ പ്രസാദമായിട്ട് വെക്കുന്നത്. പിന്നെ അതെ പൂജയ്ക്കെല്ലാം വച്ചിട്ടുണ്ട്. നമ്മൾ 2 ആൾക്കാരുടെയും ചിലങ്ക, പിന്നെ ബുക്ക്, പേന, മീനാക്ഷിയുടെ ABCD, അവളുടെ പൗച്ച്, പിന്നെ എൻ്റെ ശംഭുചേട്ടൻ്റെ ലാപ്ടോപ്പ്, പിന്നെ അതേ അരി, പിന്നെ പ്രസാദം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടോ രാത്രി പൂജ വെച്ചത്, കാരണം ഇന്നലെ സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ടെന്നേ. അപ്പം രാത്രി നമ്മൾ വെച്ചു, രാവിലെ നമ്മളതേ എടുക്കുന്നു. അപ്പം അവർ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ചേട്ടനൊട്ടും വയ്യ, പനിയാണ്. അപ്പം ഞാനാണ് മുമ്പിൽ നിന്ന് എല്ലാം ചെയ്യേണ്ടത്. അപ്പം ഞാൻ മീനാക്ഷി ഉണർത്തി അവളെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി. പിന്നെ അവളെ ഞാൻ കൈ പിടിച്ച് ഓം ഹരിശ്രീ ഗണപതായേ നമഃ, അത് കഴിഞ്ഞ് പിന്നെ 1 2 3 ABCD ഒക്കെ അവൾക്ക് തന്നെ എഴുതാൻ അറിയാവുന്നതുകൊണ്ട് ബാക്കിയെല്ലാം അവൾ സ്വന്തമായിട്ട് എഴുതി. അതിനുശേഷം ചിലങ്ക നമ്മൾ രണ്ടുപേരും എടുത്തു. മീനാക്ഷി ഓൾറെഡി നാട്ടിൽ പോയപ്പോൾ അരങ്ങേറ്റം ചെയ്തു ഇപ്രാവശ്യം. എന്നാലും പൂജ വെപ്പിന് ദിവസം നമ്മൾക്കറിയാവുന്ന കലകളെല്ലാം ദേവിയുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കണമെന്നാണ്. അപ്പം പൂജ എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ ചിലങ്കയുണ്ടെങ്കിൽ ചിലങ്ക ഇട്ട് ഡാൻസ് കളിക്കണം എന്നാണ്. അങ്ങനെ മീനാക്ഷിയെ ഞാൻ കുറച്ച് സ്റ്റെപ്പ് കളിപ്പിച്ചു. അപ്പം അത് കഴിഞ്ഞ് അവൾക്ക് സ്കൂളുണ്ട്, അപ്പം സ്കൂളിൽ പോകണം. അപ്പം കുഞ്ഞൊരു വിജയദശമി പരിപാടികളെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ.